ഒരു വാർത്തയിലേക്ക് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനത്തിന് പിന്നാലെ ആക്രമണം കടുപ്പിച്ച ഇറാൻ. ഹോർമുസ് ദ്വീപിന് മുകളിൽ അമേരിക്കയുടെ F-15 വിമാനം തകർത്തു. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് എല്ലാ കപ്പലുകൾക്കുമായി തുറന്നു കൊടുക്കണമെന്നാണ് ട്രംപ് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങളെല്ലാം തകർക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇസ്രായേലിലും ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. We can see the point, the exact location where the missile hit in Arad. And here we can see the building that got the hit. Once again, the Iranian enemy aims its missile into a civilian population centers. We have many dozens of people that got injured severely here in the middle of the evening. This is the beginning of a new week in Israel. We just started it. We hope to have a good week, but we have one hit in Dimona, the second hit in Arad, many injured. ഇതിനിടെ ഖത്തറിന്റെ ഒരു സൈനിക ഹെലികോപ്റ്റർ കടലിൽ തകർന്നു വീണ് 6 പേർ മരിച്ചു എന്ന വിവരം കൂടി പുറത്തുവന്നു. ഇന്ത്യയിലെ പാചകവാതക രാസവള പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി വിളിച്ച യോഗം ഡൽഹിയിൽ തുടരുകയാണ്. ടി ജി സൈത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സൈത്ത്, നമ്മുടെ പാചകവാതകവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. അതിനു മുൻപ് ഈ മിസൈലുകൾ ഉപയോഗിച്ചുള്ള F-15 വിമാനം അമേരിക്കയുടെ അഭിമാനഭാജനമാണ്. വിമാനം സംശയമില്ല. അതൊക്കെ തകർത്തുകൊണ്ടുള്ള നീക്കം. നേരത്തെ ഒരു F-35 തകർത്ത വിവരം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ മറ്റൊരു വിമാനം കൂടി. എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ? രഞ്ജിത്ത്, ഇത് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യമാണ്. അമേരിക്കയുടെ അഭിമാനമായി ഉയർത്തിക്കാട്ടുന്ന അവരുടെ പ്രധാനപ്പെട്ട യുദ്ധവിമാനം F-15 മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ തകർക്കുന്ന ദൃശ്യങ്ങളാണ്. ഇറാൻ സൈനിക മന്ത്രാലയം തന്നെ പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇറാൻ്റെ അവകാശവാദം ഇങ്ങനെയാണ്: അവരുടെ ആകാശ പരിധിയിലേക്ക് കടന്നു വന്ന അമേരിക്കയുടെ F-15 മിസൈൽ ഉപയോഗിച്ച് തകർത്തു എന്നാണ്. ഹോർമസ് കടലിടുക്കിന് സമീപത്ത് വെച്ചുകൊണ്ടാണ്, ആകാശത്ത് വെച്ചാണ് ഇത് തകർത്തതെന്നാണ് ഇറാൻ്റെ അവകാശവാദം. ഇറാൻ തിരിച്ചടിക്കുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. അതായത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഇന്നലെ രാത്രി ഇസ്രയേലിലെ തന്ത്രപ്രധാനമായ ജനവാസ മേഖലകളിലുണ്ടായ ഒരു അറ്റാക്കിൻ്റെ ദൃശ്യമാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. ഇതിൽ അവർ തന്നെ അവകാശപ്പെടുന്നു ജനവാസ മേഖലകളിലേക്ക് ഇറാൻ്റെ കടന്നുകയറ്റം രൂക്ഷമായി ഉണ്ടാവുകയാണ്. ഇന്നലെ 80-ലധികം പേർക്ക് പരിക്കുപറ്റുകയും വലിയ നാശനഷ്ടത്തിന് വിടവെച്ച മിസൈൽ ആക്രമണമാണ് അവിടെ ഉണ്ടായത്. അതിന് പിന്നാലെ ടെൽ അവീവിലും ഇന്ന് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. 6-ലധികം പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. ഇതാണ് പൊതുവിൽ ഇറാൻ്റെ തിരിച്ചടി അവിടെ ഉണ്ടാക്കുന്ന സാഹചര്യം എന്നതാണ് വസ്തുത. ഇതിനിടയിൽ ഇതുവരെ 400 മിസൈലുകളാണ് തങ്ങൾക്ക് നേരെ ഇറാൻ പ്രയോഗിച്ചതെന്ന കാര്യം ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ 90% ഞങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ തകർത്തു എന്നതാണ് ഇസ്രായേലിൻ്റെ അവകാശവാദം. ഇതിനിടയിൽ UAE പോർട്ടിൽ ഉണ്ടായിരുന്ന ഒരു കപ്പലിന് നേരെ വീണ്ടും അറ്റാക്ക് ഉണ്ടായതായ പുതിയൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇതാണ് സാഹചര്യം. ഇങ്ങനെ ഇറാൻ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചടി നടത്തുന്നു എന്നാണ് അവസ്ഥ. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കില്ല, ഞങ്ങൾ തന്ത്രപ്രധാനമായ ചില ദൗത്യങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തരത്തിലേക്ക് സാഹചര്യങ്ങൾ നീണ്ടുപോവുകയാണ്. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളിലേക്ക് വലിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഡിഗുഗാഷയിലേക്ക് ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും സംയുക്ത സേനാ താവളത്തിലേക്ക് ഇറാൻ നടത്തിയ നീക്കം. 4000 കിലോമീറ്ററിലധികം ഭേദിച്ചുകൊണ്ടാണ് മിസൈൽ അവിടേക്ക് പാഞ്ഞെത്തിയത്. 3000 കിലോമീറ്റർ സഞ്ചരിക്കാൻ ശേഷിയുള്ള മിസൈലിന് അതിൻ്റെ ഭാരം കുറച്ചുകൊണ്ടാണ് 4000 കിലോമീറ്ററിലേക്ക് ഇത് എത്തുന്നത്. സ്വാഭാവികമായും അത് ഞെട്ടിക്കുന്ന ഒരു നീക്കം തന്നെയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഇതിന് തിരിച്ചടി നൽകും എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയും നീക്കം. അതായത് പശ്ചിമേഷ്യയിൽ സമാധാനം ഉടനുണ്ടാവുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. തിരിച്ചടിക്കുകയാണ്. ഇറാനും കൂടുതൽ ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളുടെയും ഒപ്പം തന്നെ ഇസ്രയേലിൻ്റെയും തന്ത്രപ്രധാന ഇടങ്ങളിലേക്ക് തിരിച്ചടി നടത്തുന്നു. അതേ നാണയത്തിൽ തന്നെയുള്ള മറുപടി നൽകാനാണ് അമേരിക്കയും ഇസ്രയേലും ശ്രമിക്കുന്നത്. എന്തായാലും ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം ഏറെക്കുറെ പൂർണ്ണമായി തടസ്സപ്പെട്ട സാഹചര്യം തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ചില കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള അനുമതി കൊടുത്തു. ഇതിനിടയിൽ ചില പുതിയ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. 2 ഇറാനിയൻ പത്രപ്രവർത്തകർ ഈ മേഖലയിലൂടെ സഞ്ചരിച്ച് പകർത്തിയ ചില ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾ എഞ്ചിൻ ഓഫ് ചെയ്ത് അനുമതി കാത്തുകിടക്കുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ മേഖലയിൽ നിന്നും പുറത്തു വരുന്ന സാഹചര്യം. രഞ്ജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയും ഈ സാഹചര്യത്തെ നേരിടാനുള്ള വലിയ തയ്യാറെടുപ്പുകളാണ്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ യോഗം
യോഗം പുരോഗമിക്കുകയാണ്, സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ്. അതായത് നമ്മൾ നേരിടുന്ന പാചകവാതക ക്ഷാമം, ഒപ്പം തന്നെ ഇന്ധനക്ഷാമം, ഈ പ്രതിസന്ധികൾ എങ്ങനെ പരിഹരിക്കുമെന്നതാണ് നിലവിലെ ഉയരുന്ന ചോദ്യം. മറ്റൊരു പുതിയ പ്രതിസന്ധി കൂടി ഉയർന്നു വരുന്നുണ്ട്, അത് രാസവളത്തിൻ്റെ ക്ഷാമമാണ്. ഈ വിഷയം കൂടി പരിഹരിക്കാനുള്ള അടിയന്തരമായ സാഹചര്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. പ്രധാനപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരും മന്ത്രിമാരുമൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. തീർച്ചയായും ഇതാണ് സാഹചര്യം. ഏതായാലും ഇന്ത്യയിലെ പ്രതിസന്ധികൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി വിളിച്ച യോഗം, കേന്ദ്ര ക്യാബിനറ്റ് യോഗം, മറ്റ് വിദഗ്ധരുമൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതാണിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചിത്രങ്ങളാണ്. ഇന്ത്യയും വലിയ തോതിലുള്ള പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതടക്കം ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ യോഗം ചേർന്നിരിക്കുന്നത്. ഈ സാഹിത്യ വിവരങ്ങൾ പങ്കുവച്ചു.